എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബാബേൽ ഗോപുരം പണിയാൻ ശ്രമിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ്. ഭൂതലത്തിലെങ്ങും ചെതറിപ്പോകാതിരിക്കാനും സ്വന്തമായ ഒരു പേരുണ്ടാക്കാനും മനുഷ്യൻ ഒരു പട്ടണവും ഒരു ഗോപുരവും പണിയാൻ ആഗ്രഹിക്കുന്നു. അതിനോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. മനുഷ്യൻ്റെ ഈ ഗംഭീര പരിപാടി ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവം അതിനെക്കുറിച്ച് ബോധവാനായി ദൈവം ഇറങ്ങി വരികയാണ്. ഈ ഇറങ്ങി വരുന്നു എന്ന പ്രയോഗം ദൈവം പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടതുപോലെ ഉള്ള ഒരു പ്രത്യക്ഷതയെക്കുറിച്ചല്ല പറയുന്നത്. സീനായി മലയിൽ ഇറങ്ങി വന്ന കാര്യം നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ പല സമയത്ത് ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യർക്ക് കാണത്തക്ക നിലയിൽ ദൈവം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല, അത്തരത്തിലുള്ള ഒരു ഇറങ്ങിവരവിനെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രസിദ്ധ പഴയ നിയമ വ്യാഖ്യാതാക്കളായ കെയിൽ ആൻഡ് ഡെയ്ലിച്ച് അവർ അതിനെക്കുറിച്ച് പറയുന്നത് എ ജുഡീഷ്യൽ കൊഗ്നിസൻസ് ഓഫ് ദ ആക്ച്വൽ ഫാക്റ്റ് എന്നാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതി നേരിട്ട് പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അതിനകത്തൊന്ന് ഇടപെടാനായിട്ട് തീരുമാനിച്ചു എന്നതിനെ മനസ്സിലാക്കിയാൽ മതി. ദൈവം അതിനെ ഒന്ന് വിശകലനം ചെയ്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വിധി മനുഷ്യൻ്റെ ഈ പ്രവൃത്തിക്ക് നേരെ ഏർപ്പെടുത്തുവാനായിട്ട് ദൈവം മൈൻഡ് ചെയ്യുകയാണ് ഈ സംഭവത്തെ, അല്ലെങ്കിൽ ദൈവം അത് കണക്കിലെടുക്കുകയാണ് എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഈ മനുഷ്യൻ്റെ പ്രവൃത്തിയെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അവർ ഒരുമിച്ച് കൂടുന്ന, ഭൂതലത്തിലെങ്ങും പരക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാടിക്ക് എതിരെയുള്ള ഒരു മത്സരമായിട്ട് ദൈവം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസ്താവന അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്ത് തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രസ്താവനയാണ്. ജനമൊന്നാണ്, അവർക്ക് ഭാഷയൊന്നാണ്, ഇതും അവർ ചെയ്തു തുടങ്ങി. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെയുള്ള മത്സരം അവർ ഓപ്പണായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയുന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്: അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. മനുഷ്യവർഗത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച്, കഴിവിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പല പ്രത്യേകതകൾ ദൈവം മനുഷ്യന് നൽകി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയപ്പോൾ ഈ നല്ല കഴിവുകൾ മനുഷ്യൻ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ കഴിവിൻ്റെ സാധ്യതകളുടെയൊക്കെ ഒരു ഡിസ്ട്രക്റ്റീവ് പവർ, ഒരു വിനാശകരമായ ഒരു ശക്തി, അതിൻ്റെ വെളിപ്പെടലിൻ്റെ ഉദാഹരണമാണ് ബാബേലിൽ ദൈവം കണ്ടത്. അപ്പോൾ മനുഷ്യൻ വീണുപോയി, അവൻ്റെ ദുഷ്ടത അവനിൽ വർദ്ധിക്കുന്നു. ദുഷ്ടതയുള്ള മനുഷ്യൻ, പാപം നിറഞ്ഞ മനുഷ്യൻ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് ചിന്തിച്ചാൽ ആ കാര്യത്തിൻ്റെ അവസാനം എത്ര ഭയാനകമായിരിക്കും, എത്ര അപകടകരമായിരിക്കും, മനുഷ്യവർഗത്തിന് തന്നെ അതെത്ര ദോഷകരമായിരിക്കും എന്ന് മനസ്സിലാക്കിയ ദൈവം മനുഷ്യനെക്കുറിച്ച് ഈ പ്രസ്താവന നടത്തുകയാണ്. മനുഷ്യനെ ആ അവസ്ഥയിൽ തുടരാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുകയാണ്: വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്നരുളി ചെയ്തു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വരികയാണ്. ദൈവം അവരെ ന്യായം വിധിക്കുകയാണ്. അപ്പോൾ പാപികളായ മനുഷ്യർ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരോധമായി ആലോചന കഴിക്കുകയും പ്രവർത്തിക്കുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, ഈ ഐക്യത, അതായത് പാപികളുടെ ഈ ഗൂഢാലോചന, പാപികളുടെ ഈ ദുഷ്ടതയ്ക്കായുള്ള ഐക്യം തകർക്കണം. അല്ലാതെ മനുഷ്യൻ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത ഒരു സാഡിസ്റ്റായ ദൈവം അവനെ ചതറിച്ചു കളഞ്ഞു എന്ന് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപത്തിൽ വളരുന്ന മനുഷ്യൻ, ദുഷ്ടതയുള്ള മനുഷ്യൻ
ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നതിനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെയും ചില ഒബ്സർവേഷൻസ് നമുക്ക് നടത്താം. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്. ഇപ്പോൾ ദൈവം ആരെയാണ് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്? നാം ഇറങ്ങിച്ചെന്ന് എന്ന് പറയുന്നു. വേദശാസ്ത്രികൾ അതിനെ മനസ്സിലാക്കുന്നത് ദൈവത്വത്തിലെ ബഹുത്വം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം, ആ ത്രിയേകത്വത്തിലെ വ്യക്തിത്വങ്ങൾ തമ്മിൽ, ആളത്വങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുകയാണ്. അവരാണ് പറയുന്നത് വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് പറയുന്നു. അല്ലാതെ ദൈവം ദൂതന്മാരെക്കുറിച്ചല്ല, ദൂതന്മാരോടല്ല പറയുന്നത് വാ നമുക്ക് പോയി കലക്കിക്കളയാം എന്ന് പറയുകയല്ല. ദൈവത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ദൂതന്മാരോട് കൽപ്പിച്ചാൽ മതി, നിങ്ങൾ ചെന്ന് ഇത് ചെയ്യാനായിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നാം ഇറങ്ങിച്ചെന്ന് ദൈവത്വത്തിലെ തന്നെ മറ്റ് രണ്ട് ആളുകളെയാണ് കൂട്ട് വിളിക്കുന്നത്. അങ്ങനെ ദൈവം ആ പ്രശ്നത്തിൽ ഇടപെട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയാൽ അതിന് ബാബേൽ എന്നു പേരായി. അപ്പോൾ ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായതിനെക്കുറിച്ചുള്ള ചരിത്രവും നമുക്കിവിടെ കാണാം. ശീനാർ ദേശത്താണ് ഇവർ ഗോപുരം പണിയാൻ ആരംഭിച്ചത്. എന്നാൽ ദൈവം അവിടെ വെച്ച് മനുഷ്യൻ ഒരു ഭാഷയായിരുന്നത് കലക്കിക്കളഞ്ഞു, വ്യത്യസ്ത ഭാഷകളാക്കി മാറ്റിക്കളഞ്ഞു. ഒന്ന് ചിന്തിച്ച് നോക്കാം. മനുഷ്യൻ ഒരു കെട്ടിടം പണിയാനായിട്ടിരിക്കുന്നു. അവിടെ മേസ്ത്രിമാരുണ്ട്, സഹായികളുണ്ട്, മറ്റാളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പരസ്പരം സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമായി കഴിഞ്ഞപ്പോൾ മേസ്ത്രി എന്താണ് പറയുന്നത് എന്ന് മക്യാടിന് മനസ്സിലാകുന്നില്ല, മക്യാട് എന്താണ് പറയുന്നതെന്ന് മേസ്ത്രിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പത്തിലായി, വലിയ കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി. മനുഷ്യർ ആ പണി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കാരണം ആശയവിനിമയം നടക്കാതെ ജോലി നടക്കുകയില്ല. ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ആംഗ്യമൊക്കെ കാണിച്ച് പറയാം. പക്ഷേ ഇത്രമാത്രം വലിയൊരു പ്രൊജക്റ്റ് ചെയ്തു തീർക്കാനായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ ഒരുമിച്ചുള്ള സഹകരണം ആവശ്യമാണ്. പക്ഷേ അത് ഭാഷ ഭിന്നിച്ചതോടുകൂടി അസാധ്യമായി തീർന്നു. അവർ പല ഭാഷക്കാരായി മാറി. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി അവർ പിന്നീട് ഒരേ ഗ്രൂപ്പായിട്ട് മാറി, ഭാഷാ സമൂഹങ്ങളായിട്ട് മാറി, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഒരുമിച്ച് ഇരിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വന്നു. ദൈവം അവരെ പല സ്ഥലത്തേക്ക് ചിതറിച്ച് കളഞ്ഞു, പല സമൂഹങ്ങളാക്കി തിരിച്ചു കളഞ്ഞു. ഒരു കാര്യം നമുക്ക് ഓർക്കാം, മനുഷ്യൻ എത്ര ശക്തനായി തീർന്നാലും, എത്ര ആൾബലമുള്ളവനായി, എത്ര സംഘം ചേർന്നാലും ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ പദ്ധതികൾക്ക് മീതെ വിജയം കാണുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവഹിതത്തിന് കീഴടങ്ങി ജീവിക്കുന്നതാണ് മനുഷ്യനെപ്പോഴും നല്ലത്, സുരക്ഷിതത്വം. ദൈവത്തിൻ്റെ പദ്ധതികൾ ആത്യന്തികമായി വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം അവരെ ന്യായം വിധിക്കുക മാത്രമല്ല, ന്യായവിധി മാത്രമല്ല നമ്മളവിടെ കാണുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ കരുണ കൂടി അവിടെ കാണാനായിട്ട് സാധിക്കണം. ദൈവം മനുഷ്യനെ ചിതറിച്ച് കളഞ്ഞതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എല്ലാമുണ്ട്. അതെങ്ങനെയാണ് നാം മനസ്സിലാക്കുക? കാരണം ദുഷ്ടതയിൽ വളരുന്ന മനുഷ്യൻ അവരൊരു സമൂഹമായിരുന്നാൽ ആ ഒരു സമൂഹത്തിൻ്റെ ദുഷ്ടത വളരെ വലുതായിരിക്കും. എന്നാൽ അവരെ പല ഭാഷക്കാരായ പല സമൂഹങ്ങളായി ദൈവം ചിതറിച്ച് കളഞ്ഞപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ദുഷ്ടതയും മത്സരവും മറ്റ് സമൂഹത്തിലേക്ക് പടരാതിരിക്കാനായിട്ട് അത് സഹായകരമാവും, അതിടയായിത്തീരും. ഇന്നും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ഭാഷയിൽ ദൈവത്തിനെതിരെയുള്ള മത്സരമോ ദൈവത്തിനെതിരെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആ ഭാഷയ്ക്കകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് ട്രാൻസ്ലേഷനൊക്കെ ഉള്ളതുകൊണ്ട് പതിയെ പതിയെ മറ്റ് ഭാഷകളിലേക്ക് അത് വരാറുണ്ട്. എങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹത്തിൽ വ്യാപരിക്കുന്ന അത്രയും വേഗത്തിൽ മനുഷ്യൻ്റെ ദുഷ്ടതയും ദൈവത്തിനെതിരെയുള്ള മത്സരവും തെറ്റായ ചിന്താഗതികളും ഒന്നും അതിവേഗം വ്യാപിക്കാൻ ഇടയാവുകയില്ലല്ലോ. അതാണ് ദൈവം അന്ന് അവിടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ദൈവത്തിനെതിരെ മത്സരിക്കുകയും ദൈവത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഇടപെട്ടു, ദൈവം ന്യായം വിധിച്ചു. അതേ സമയത്ത് തന്നെ ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുകയും ചെയ്തു. ബാബേൽ എന്ന ആ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നത് ഇതൊക്കെയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.